കോഴിക്കോട് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പൗരോഹിത്യത്തിന്റെയും മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെയും വലിയ അനുഭവങ്ങൾ സഭയ്ക്ക് സമ്മാനിച്ച് സഭയെ ബലപ്പെടുത്തുന്ന ഇടയശ്രേഷ്ഠന് എന്ന് മലങ്കര കത്തോലിക്ക സഭ അധ്യക്ഷൻ കർദിനാൾ ബസേലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവ. ചക്കാലക്കൽ പിതാവ് അനുരഞ്ജനത്തിന്റെയും ബന്ധത്തിന്റെയും ഇടയനാണെന്നും കർദിനാൾ ക്ലീമിസ് ബാവ കൂട്ടിച്ചേർത്തു. ചക്കാലക്കൽ പിതാവിന്റെ മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെട്ട കൃതജ്ഞതാ ബലിയിൽ വചന സന്ദേശം നൽകവെയായിരുന്നു പരാമർശം. രജത ജൂബിലി ആഘോഷങ്ങളിൽ കേരള സഭയിലെ വിവിധ റീത്തുകളിലെ ബിഷപ്പുമാരും വൈദികരും സന്യസ്തരും അൽമായരും പങ്കെടുത്തു. കോഴിക്കോട് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മെത്രാഭിഷേകത്തിന്റെ 25ാം വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെട്ട രജത ജൂബിലിയുടെ ആഘോഷങ്ങളിൽ കേരള സഭയിലെ വിവിധ റീത്തുകളിലെ ബിഷപ്പുമാരും വൈദികരും സന്യസ്തരും അൽമായരും പങ്കെടുത്തു. കൃതജ്ഞതാ ബലിയോടെയാണ് മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ആരംഭിച്ചത്. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കൃതജ്ഞതാ ബലിയിൽ മുഖ്യ കാർമ്മികനായി. മലങ്കര കത്തോലിക്ക സഭ അധ്യക്ഷൻ കർദിനാൾ ബസേലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവ, മുൻ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ള പിതാക്കന്മാർ സഹകർമ്മികരായി. ചക്കാലക്കൽ പിതാവ് അനുരഞ്ജനത്തിന്റെയും ബന്ധത്തിന്റെയും ഇടയനാണെന്ന് മലങ്കര കത്തോലിക്ക സഭ അധ്യക്ഷൻ കർദിനാൾ ബസേലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവ വചന സന്ദേശത്തിൽ വ്യക്തമാക്കി. അഭിനന്ദനായ ചക്കാലക്കൽ പിതാവിന്റെ മോട്ടോ, ആപ്തവാക്യം "Thy will be done", നിന്റെ മനസ്സ് നടക്കട്ടെ. ദൈവത്തിൻ്റെ മനസ്സ് എന്തെന്ന് പഴയ നിയമത്തിൽ നിഴൽ പോലെയും പുതിയ നിയമത്തിൽ പകൽ പോലെയും വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന സ്നേഹം എന്ന ഭാവം അവനിൽ നിന്ന് പറിച്ചു മാറ്റുവാനാവാത്ത അവിഭക്തമായ ആ വലിയ സാദൃശ്യം സ്നേഹം. നിന്റെ മനസ്സ് നടക്കട്ടെ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ, നിന്റെ സ്നേഹം ഇവിടെ വ്യാപരിക്കട്ടെ എന്നാണല്ലോ അതിൻ്റെ വ്യാഖ്യാനം. അഭിനന്ദനായ ചക്കാലക്കൽ പിതാവ് പൗരോഹിത്യത്തിൻ്റെയും മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെയും വലിയ അനുഭവങ്ങൾ നമ്മുടെ സഭയ്ക്ക് സമ്മാനിച്ച് സഭയെ ബലപ്പെടുത്തുന്ന ഇടയശ്രേഷ്ഠനാണ്. എന്താണ് ചക്കാലക്കൽ പിതാവിനെ നിന്റെ ഇഷ്ടം നിറവേറണം എന്ന് പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൽ തറച്ചു നിൽക്കുന്നതിന് ഇടയാക്കുന്ന വസ്തുത? അദ്ദേഹം ഒരു അനുരഞ്ജനത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഇടയനാണ്. ചക്കാലക്കൽ പിതാവ് ഏത് സ്ഥലത്ത് വന്നാലും, ചക്കാലക്കൽ പിതാവ് വരുന്ന സദസ്സുകളും പിതാവ് വന്ന് നമ്മുടെ ഇടയിലിരിക്കുന്ന വേദികളും അദ്ദേഹം ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കും. കൃതജ്ഞതാ ബലിക്ക് ശേഷം മുൻ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഭാരതത്തിലെ വത്തിക്കാൻ സ്ഥാനപതിയുടെ ആശംസകളും വായിക്കപ്പെട്ടു. തിരുവനന്തപുരം അതിരൂപതാധ്യക്ഷൻ മോസ്റ്റ് റവറൻ ഡോക്ടർ തോമസ് ജെ നെറ്റോ, CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്, കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല, താമരശ്ശേരി രൂപതാധ്യക്ഷന്മാർ റിമിജൂസ് ഇഞ്ചനാരിയൽ തുടങ്ങിയവരും ആശംസകൾ നേർന്ന് സംസാരിച്ചു. സുവിശേഷത്തിന്റെ ആനന്ദം സ്വയം അനുഭവിക്കുകയും അത് മറ്റുള്ളവരോട് പ്രഘോഷിക്കുകയും ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇടയശ്രേഷ്ഠനാണ് കോഴിക്കോട് രൂപതാധ്യക്ഷനായ അഭിവന്യ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ. സ്നേഹം നിറഞ്ഞവരെ, കോഴിക്കോട് രൂപത മെത്രാൻ അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് തൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ 25ാം വാർഷികം രജത ജൂബിലി ആഘോഷിക്കുകയാണ്. ആ ആഘോഷത്തിൽ സംബന്ധിക്കുവാനാണ് ഞാനിപ്പോൾ കോഴിക്കോട് എത്തിയത്. ഈ രജത ജൂബിലിയുടെ ആഘോഷത്തിൽ പങ്കുചേരുന്നത് തന്നെ ഒരു വലിയ അനുഭവമാണ്. കാരണം ഇന്ന് ഒരു ഇടയനെന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ ശുശ്രൂഷ യുവജനങ്ങൾക്കും വൈദികർക്കും അൽമായ വിശ്വാസികൾക്കും ഏറെ പ്രചോദനാത്മകമായ ഒന്നാണ്. വളരെ സിമ്പിളായിട്ട്, ഫ്രണ്ട്ലി ആയിട്ട് മറ്റുള്ളവരോടെല്ലാം ഇടപഴകുന്ന
ഒരു പിതാവാണ് വർഗീസ് ചക്കാലക്കൽ പിതാവ്. അദ്ദേഹത്തിൻ്റെ ഇടയ ശുശ്രൂഷ എല്ലാ ആളുകൾക്കും ആശ്വാസവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. ഫ്രാൻസിസ് പാപ്പ ആടുകളുടെ മണമുള്ള ഇടയന്മാരെക്കുറിച്ച് അടുത്ത കാലത്ത് പറയുകയുണ്ടായി. അതിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയായി, ഉദാഹരണമായി നമുക്ക് വർഗീസ് ചക്കാലക്കൽ പിതാവിനെ കാണുവാനായിട്ട് കഴിയും. ഏറ്റവും പ്രധാനമായി സുവിശേഷത്തിൻ്റെ ആനന്ദം സ്വയം അനുഭവിക്കുകയും അത് മറ്റുള്ളവരോട് പ്രഘോഷിക്കുകയും ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഇടയനാണ് വർഗീസ് ചക്കാലക്കൽ പിതാവ്. അദ്ദേഹം ഇന്ന് കേരള ലത്തീൻ സഭയുടെ KRLCBCയുടെ പ്രസിഡൻ്റായി ഈ സഭയ്ക്ക് തന്നെയും വളരെ മാതൃകാപരമായ നേതൃത്വം നൽകുകയാണ്. അഭിമന്യ പിതാവിൻ്റെ ജീവിത മാതൃകയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ചൈതന്യവും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിലൂടെ ധാരാളം പേർക്ക് ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവികമായ ചിന്തകളുടെയും ഒരു അനുഭവമാണ് പകരുന്നത്. ഞാൻ അഭിമന്യ ചക്കാലക്കൽ പിതാവിന് രജത ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ഒപ്പം ഷക്കീന ന്യൂസിൻ്റെ ശ്രോതാക്കൾക്ക് ഈ പിതാവിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും കൂടുതൽ പ്രചോദനാത്മകമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. സൗഹൃദവും ഏവരെയും ഉൾക്കൊള്ളുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന മനോഭാവമാണ് അഭിമന്യ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെതെന്ന് കൊല്ലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി. അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുകയാണല്ലോ. പിതാവ് നല്ല ഒരു ധ്യാന ഗുരുവാണ്. അദ്ദേഹം ആലുവ സെമിനറിയിൽ MTH പഠിക്കുമ്പോൾ മുതൽ അദ്ദേഹത്തെ എനിക്കറിയാം. ഞങ്ങളന്ന് ഡീക്കന്മാരാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ കുർബാന അർപ്പിക്കാനായിട്ട് അദ്ദേഹം വരികയും ആ അവസരം നൽകുന്ന ചെറിയ റിഫ്ലക്ഷൻസ് വളരെ ചിന്തോദ്ദീപകമാവും ശരിക്ക് നല്ലൊരു ഫോർമേഷൻ നൽകുന്നതാണ്. MTH പഠനത്തിന് ശേഷം അദ്ദേഹം മംഗലാപുരം സെമിനറിയിൽ അധ്യാപകനായിരുന്നു. അതിനെ തുടർന്ന് റോമിൽ കാനൻ ലോയിൽ ഡോക്ടറേറ്റ് നേടി. അദ്ദേഹത്തെ അനുഗമിക്കാൻ എനിക്കും സാധിച്ചു. അദ്ദേഹം 4th ഇയറിൽ ഡോക്ടറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ലൈസൻഷ്യേറ്റ് ചെയ്യാനായിട്ട് അവിടെ ആയിരിക്കുന്ന അവസ്ഥ. അപ്പം പിതാവിൻ്റെ ആ സൗഹൃദവും സ്നേഹവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവം, ആരെയും വിട്ടുകളയാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തെ ഞങ്ങൾ KRLCBCയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണവും. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ നേതൃപാടവം തീർച്ചയായിട്ടും കേരള സഭയ്ക്ക് ഉപകാരപ്പെടുന്നതാണ്. ധാർമ്മികമായ കാര്യങ്ങളിൽ ശക്തമായ നിലപാട് എടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും. അതേസമയം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനും അദ്ദേഹത്തിന് സാധിക്കും. ഇനിയും കണ്ണൂർ രൂപതയുടെ പ്രഥമാധ്യക്ഷൻ എന്ന രീതിയിലും ഇപ്പോൾ കോഴിക്കോട് രൂപതയുടെ അധ്യക്ഷൻ എന്ന രീതിയിലും അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സുവിശേഷ പ്രഘോഷണത്തിലും അതോടൊപ്പം തന്നെ അജപാന ശുശ്രൂഷയിലും സാമൂഹികമായും സമുദായമായ നേതൃത്വത്തിനും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ദൈവം വിസ്മയങ്ങളുടെ ദൈവമാണെന്ന് തന്റെ 25 വർഷത്തെ ഇടയ ശുശ്രൂഷയിൽ നിന്നും വ്യക്തമായതായി മനസ്സ് തുറന്ന് കോഴിക്കോട് രൂപതാധ്യക്ഷൻ അഭിമന്യ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. കണ്ണൂർ, കോഴിക്കോട് രൂപതകളിലായി പല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് ദൈവാനുഗ്രഹമായി കാണുകയാണെന്നും നല്ലവനായ ദൈവത്തിന് നന്ദി പറയുന്നതിനോടൊപ്പം തുടർന്നും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് താല്പര്യമെന്നും ചക്കാലക്കൽ പിതാവ് ഷെക്കിന ന്യൂസിനോട് വ്യക്തമാക്കി. 25 വർഷത്തെ അനുഭവങ്ങൾ പറയാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഉണ്ട്. പക്ഷെ എനിക്ക് ഒന്നാമത്തെ അനുഭവം, ദൈവം മഹാനാണ്, ദൈവം ശക്തനാണ്, ദൈവം കാരുണ്യവാനാണ്, ദൈവം കൃപാലുവാണ്, ദൈവം സ്നേഹമാണ് എന്നുള്ള അനുഭവം 25 വർഷക്കാലം എനിക്ക് ദൈവം നൽകിയിട്ടുണ്ട്.
രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നു ദൈവം എപ്പോഴും എൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു സർപ്രൈസ് ആയിട്ടാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവം വിസ്മയങ്ങളുടെ ദൈവമാണെന്നാണ്. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സർപ്രൈസസ്. എൻ്റെ ചെറുപ്പം മുതൽ ഇന്ന് വരെ, പ്രത്യേകിച്ച് ഒരു മെത്രാൻ എന്ന നിലയിൽ എൻ്റെ അടുക്കലേക്ക് ഓരോ കാര്യങ്ങളും ദൈവം കൊണ്ടുവന്നത് ഒരു വിസ്മയമായിട്ടാണ്. ആ ദൈവത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഞാൻ കണ്ണൂർ രൂപതയിൽ മെത്രാനായിരുന്നു, ഇവിടെ മെത്രാനായിരുന്നു, കോഴിക്കോട്. ഇവിടെയൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു. അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് കണ്ണൂരിൽ ഞങ്ങൾ തുടങ്ങുമ്പോൾ കാര്യമായിട്ടൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പലതും നമുക്കവിടെ ചെയ്യാൻ സാധിച്ചു. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിരുന്നു. ദൈവം നമ്മൾ ആരെയൊക്കെ സമീപിച്ചോ അവരൊക്കെ വളരെ ഔദാര്യത്തോടു കൂടി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് കോളേജ്, പള്ളികൾ, സ്കൂളുകൾ, പിന്നെ ബിഷപ്സ് ഹൗസ്, കത്തീഡ്രൽ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അവിടെ പിന്നെ എനിക്ക് ദൈവാനുഗ്രഹമായിട്ടുണ്ടായിരുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ ഫാദർ സുക്കോളച്ചനാണ്. ഫാദർ സുക്കോൾ, അദ്ദേഹം ഇന്ന് ദൈവദാസനാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഒത്തിരി സഹായിക്കുമായിരുന്നു. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിലൊരു എന്താ പറയുക വഴികാട്ടിയായിരുന്നു, ശക്തിയായിരുന്നു എന്ന് പറയാൻ പറ്റും. അതുപോലെ ഈ കോഴിക്കോട് ഇവിടുത്തെ വൈദികർ, സന്യസ്തർ, അൽമായർ എന്നോടൊപ്പം വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചവരാണ്. അവരെ ഞാൻ ഓർക്കുന്നു. അവരെയൊക്കെ പ്രയത്നപരമായിട്ട് പല നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും പ്രത്യേകിച്ച് പാവങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് കുറേ കാര്യങ്ങൾ കൂടി ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തുടങ്ങണം. അതുപോലെ തന്നെ ഒരു എല്ലാവരും അവഗണിക്കപ്പെടുന്ന വൃദ്ധരെ സഹായിക്കാനായിട്ടൊരു ഭവനം പണിയണം. പിന്നെ നല്ലൊരു കോളേജ്, ഒന്നുകൂടി ഒരു കോളേജ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മറ്റു ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 25 വർഷത്തിലൂടെ ഞാൻ നല്ലവനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. അത് എല്ലാം ദൈവം തന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ ഞാൻ പറയുന്നു, ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്.